ഒന്നും അറിയാതെ ചെയ്തൊരു പടം. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അറിയില്ല, അഭിനയം അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഓണർ ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്ക് അഭിനയിച്ച്. അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കാനുള്ള പ്രധാന കാരണം ഇന്നലെ അവരുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ക്രൂവിന്റെ. മൈഥിലിനെ നടക്കാൻ പഠിപ്പിച്ച ഒരു സീൻ അവർ പറഞ്ഞു, ഏറ്റവും ടഫ് ആയിട്ട്. അതെങ്ങനെയാണ്? കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ കാല് പൊന്തിച്ചായിരുന്നു നടക്കുന്നത്. അപ്പം അത് നടക്കുന്ന രീതി, കാരണം ചെരുപ്പില്ലാണ്ട് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ നടക്കുന്നവർ തന്നെ ഒരു പ്രത്യേകതയില്ലായിരുന്നു. അവിടെ ഉള്ളവർ നടക്കുന്നത് കണ്ടു. അതുപോലെ സംസാരിക്കുന്ന ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ്, കാലിക്കറ്റ് സ്ലാങ് ഡിഫറെൻ്റ് ആണ്. അപ്പം അതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ട്രെയിൻ ചെയ്യിച്ചു എന്നാണ് അവർ പറയുന്നത്. അതെ അതെ, ഡെഫിനറ്റ്ലി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവരാണെല്ലാം. ഇപ്പം നമുക്കൊരു 10 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പം ആ വർക്ക്ഷോപ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ചു. നടക്കാൻ പഠിപ്പിച്ചു. ആദ്യം നടക്കാനാണ് പഠിപ്പിച്ചത്. സത്യമാണ്. സത്യമാണ്, നടക്കാനാണ് പഠിപ്പിച്ചത്. അത് എനിക്ക് തോന്നുന്നു അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ അതെ അതെ. പടം ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ത്രെഡ് കേൾക്കുന്ന സമയത്ത് ബ്രെറ്റി ബാലചന്ദ്രൻ എന്നൊരാളെ മൈഥിലി ആക്കി അല്ലെങ്കിൽ മാണിക്യമാക്കി അവർ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്? ഒരാളെ കൊണ്ടുവന്ന് ഇത്തരം മൊഡ്യൂൾ ചെയ്യണമല്ലോ, അതായത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പഴത്തേക്ക് മൊഡ്യൂൾ ചെയ്യണമല്ലോ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഞാൻ സെലക്ട് ആയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ നോവല് പല്ലുമണിക്കം പാതിരകോലപാതിര ടി പി രാജീവൻ സാറിൻ്റെ ഒരു നോവലുണ്ട്, അപ്പോൾ ആ നോവൽ വാങ്ങിച്ച് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങി വായിച്ചു. അപ്പോൾ വായിച്ചിട്ട് ആദ്യം വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. നമ്മളൊരു 2-3 തവണ വായിക്കുമ്പോഴാണ് കുറച്ച് മനസ്സിലാവുന്നത്. ഒന്നാമത് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അപ്പോൾ നമുക്ക് വായിച്ചിട്ട് കൂടി നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ഏത് രീതിയിലായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. പിന്നെ 1957 കാലഘട്ടത്തിൽ കേരളപ്പിറവി, അപ്പോൾ കേരളം പിറന്ന കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോളം കേസുകൾ അതിന് മുന്നേ ഉണ്ടായിരിക്കും. കാരണം ലാൻഡ് ലോഡ്സിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു അത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരമേറ്റ കാലഘട്ടമാണ്. അപ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ഒരു സിനിമയാണ്. ഇപ്പൊ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട്, മൈഥിലി പറഞ്ഞതിൽ തന്നെ ആ കാലഘട്ടം നമ്മൾ റെഫറൻസ് ചെയ്യാൻ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല മൈഥിലിക്ക് അന്ന് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടുമില്ല, അല്ലെങ്കിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന റെഫറൻസുകളേ ഉള്ളൂ. ഏത് എഴുതി വെച്ചത്, പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്യുന്നത്, ആ ഒരു റെഫറൻസിന് നമ്മൾ തരണം ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു ടാസ്ക് എടുക്കുമ്പോൾ എത്രത്തോളം ആയിരുന്നു കോൺഫിഡൻ്റ് ആയിട്ടിരുന്നത്? എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജിയും എനിക്ക് ആ ഒരു കോൺഫിഡൻസും തന്നത്. ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നിടം വരെ എനിക്ക് ഈ പറയുന്ന പോലെ ഇൻഹിബിഷൻസും ഒക്കെ ഉള്ളൊരാൾ തന്നെയാണ് എനിക്ക്. അതുപോലെ സീൻ എടുക്കുമ്പോൾ നമുക്ക് ഈ കഥ വായിച്ചതല്ലാണ്ട് നമുക്ക് എഴുതി വെച്ച് എന്താണ് പറഞ്ഞ് തരുന്നത് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. അപ്പം പറഞ്ഞു തരുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പോഴും 15 വർഷങ്ങൾക്കുള്ള ഓർമ്മ പുറകെ നിന്ന് എടുത്തിട്ടാ സംസാരിക്കണ്ടേ, ഇന്നലത്തെ കാര്യം. അതെ, പക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു മാണിക്യം അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ന് പറയുന്ന അത്രയും നമുക്കൊരു നോവലാണ്, നോവലിനെ അടിസ്ഥാനമാക്കി വന്ന സിനിമയാണ് എങ്കിൽ കൂടിയും ജീവൻ വെപ്പിച്ചവരാണ്. അപ്പം ഇപ്പൊ നോവൽ വായിക്കുമ്പോൾ ഫേസ് തെളിയും. മനസ്സിലായി? ശ്വേത മേനോൻ, മമ്മൂട്ടി ആണെങ്കിലും മൈഥിലി ആണെങ്കിലും ഒക്കെ നമുക്ക് ഫേസ് തെളിയും അല്ലേ? അങ്ങനെ ഫേസ് തെളിഞ്ഞു വരുന്നിടത്തുനിന്ന് കിട്ടിയ ഒരു അത് തെളിച്ചം തന്നെയാണ്. സ്ക്രീനിലേക്കുള്ള ഒരു നല്ല തെളിച്ചമായിരുന്നു മൈഥിലിയുടെ. പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമകളും അതുപോലെ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്താണ്, ഒരു പരിധിക്കപ്പുറം പിന്നെ ഇങ്ങോട്ടേക്ക് വേണ്ട, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന്, കാരണം ആദ്യം കിട്ടിയത് ഏറ്റവും വലിയൊരു ബ്രേക്ക്, ഒരു സാധാരണ പുതുമുഖ നടിക്ക് കിട്ടുന്നതിലേ കഴിഞ്ഞും ബ്രേക്ക് ത്രൂ കിട്ടിയിട്ട് പിന്നീട് എന്ത് പറ്റി? പിന്നീട് എന്താണ് പറ്റിയത് നിങ്ങൾ പറയൂ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എഴുതി, പിന്നെ അത് കേൾക്കുമ്പോഴാണ് ആൾക്കാർ വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ പറ്റിയത്. എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ പടങ്ങളെല്ലാം ഹിറ്റാണല്ലോ. ഓക്കെ, പക്ഷെ മാധ്യമങ്ങൾ എഴുതുന്നത് അപ്പുറത്ത് വേറെ കാര്യങ്ങളാണ്. അപ്പൊ ആൾക്കാർ വീണ്ടും ചോദിക്കും എന്താണ് പറ്റിയത്. ഞാൻ അന്ന് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് പറ്റിയത്. ശരിക്കും പാലരിമാണിക്യത്തിന് ശേഷം ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. പാലരിമാണിക്യം കഴിഞ്ഞ് ചട്ടമ്പിനാട് ചെയ്തു, ഈ അടുത്ത കാലത്ത് ചെയ്തു, സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തു, പിന്നെ ഷിക്കാർ ചെയ്തു, എല്ലാ ഹിറ്റ് പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്.
ഞാനത് അത് ഷഹാസമന്റെ കൂടെ പാടി ഷബാസ് ഖാന്റെ യു എന്റെ പൊന്നെ, അത് അസാധ്യ സോങ് ആയിരുന്നു കേട്ടോ. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോന്ന് എന്ത് ചോദ്യം അല്ല, വരികൾ ഓർക്കുന്നുണ്ടോ? പിന്നെ ഓർക്കുന്നുണ്ട്. ലോകത്തിനകത്ത് അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഐ എം സോ എക്സൈറ്റഡ് അല്ലേ. അതാണ് ഞാൻ അതെ, ഞാനിങ്ങനെ എപ്പോഴും വേറൊരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പുള്ളിയുടെ ലൊക്കേഷനിൽ വന്നു. അപ്പോൾ സാർ വന്നപ്പം നമ്മുടെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്, കേട്ട് നോക്കാൻ പറഞ്ഞു. അത് ആ പുള്ളീൻ്റെ പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ശിവസൻ സാറ് പറഞ്ഞു ഓക്കെ ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ പാട്ട് പാടിയപ്പോൾ അയ്യോ ഇത് പാടുന്നുണ്ടല്ലോ, എന്നാൽ ഇതിനെ കൊണ്ട് പാടിച്ചാലോ, അങ്ങനെ പെട്ടെന്ന് പാടി. അല്ല, ഷബാസ് അമന്റെ കൂടെ പാടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ടഫാണ്. അതെ അതെ, ആ ഒരു റേഞ്ചിൽ പിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ റേഞ്ചിൽ പിടിക്കാന്ന് പാട്ട് വേറെ ലെവൽ. അതില് കട്ടൊക്കെ അതേ ഞാൻ പറഞ്ഞ അതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ലൊരു ഫ്ലോയിൽ തന്നെ പോകുന്ന ഒരു പാട്ടായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു, ഞങ്ങളൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന്. ഒരിടയ്ക്ക് ഒരു വാർത്ത ഇങ്ങനെ കണ്ടിരുന്നു, ഭയങ്കരമായിട്ടും നെഗറ്റീവ്സുകൾ, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിലുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ വന്നു. ആ വാർത്തകളെയൊക്കെ ഒറ്റ വാക്കിൽ മറുപടി ഞാൻ കണ്ടിരുന്നു. അതായത് ഞാനല്ല അത്, എന്നെ ആരും ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ള, തെളിവെടുപ്പിന് വരും, എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വരും എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞു ഞാനല്ല എന്നുള്ള ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെയധികം ഞങ്ങളെ, അല്ലെങ്കിൽ ഇതിലേക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടെന്ന്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ലൈഫ് ആകുമ്പോൾ മാധ്യമങ്ങൾ ഇടപെടുന്ന, അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടേതാണോ, അതോ നിങ്ങൾ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമാണോ? അതൊരു ചോദ്യമാണല്ലേ. അതെ, എനിക്ക് തോന്നുന്നത് നമ്മളുടെ മാത്രമല്ല, പക്ഷെ നമ്മൾക്കും ഉണ്ട് പേഴ്സണൽ ലൈഫും ഇതുകൊണ്ട്. പക്ഷെ നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി അല്ല. എല്ലാവർക്കും തല കയറി ഇരുന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ. ഞാൻ വന്ന കാലഘട്ടം മുതൽ, അതായത് സോഷ്യൽ മീഡിയ വരുന്ന കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയാസ് ത്രൂ വരെ ഒരാളെ എത്രത്തോളം, ഇത്രയും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അവിടെയും എത്രത്തോളം സ്ത്രീകളാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ എന്തോരം ഈ ഫേക്ക് ന്യൂസസും ഈ സാധനങ്ങളും, എന്തൊക്കെ കഥകളാണ്. ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ എന്നാൽ പോലും ശരിക്കും നമ്മളെ വിറ്റ് കാശാക്കിയിട്ട് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നൊരു ആ ഒരു ടൈം മുതലൊരു 10-20 കേസോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ, മാധ്യമങ്ങൾക്കെതിരെ, ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ. ഇവർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് എനിക്ക് അതിന് ഒരു കോള് വന്നത്. അവരുടെ ഒരു വക്കീൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഇതുണ്ട്, ഈ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഏതാന്ന് കിട്ടുന്നില്ല, കാരണം 10-20 കേസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഏത് കേസ് അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് എന്തായാലും പിന്മാറത്തില്ല, ഇതെന്താണ് കാര്യമെന്ന് പറയാം. അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കട്ട് ആൻഡ് കോപ്പി പേസ്റ്റേ ചെയ്തിട്ടുള്ളൂ, ഇത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് അവർ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിലുണ്ട് എന്താണ് എന്നുള്ളത്.